നമ്മൾ അനിൽ മുഹമ്മദിനേക്കാളും കവച്ചു വെക്കുന്ന രൂപത്തിൽ ഊളച്ചുറിയുമായി വന്നിരിക്കുകയാണ് ഒരുത്തൻ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഊളയുടെ ഒരു സംസാരം കേട്ടത്. ഇവൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞൊരു അഭിപ്രായത്തെ, പേരോട് ഉസ്താദ് പറയുന്നതിന് മുമ്പും പലരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മൂടി വെക്കുകയാണ്. സത്യത്തിൽ ഇവൻ ആരാണ്? ഇവ എടുത്തു വന്നു? അത് ഇവൻ തന്നെ ഇവൻ്റെ തൊള്ളുകൊണ്ടാണ് പറഞ്ഞാൽ പിന്നെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമാവുമല്ലോ. പറഞ്ഞു കൊടുക്കുക. നിങ്ങളിനി എന്തെല്ലാം ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഏതെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാലും ഇത് വിട്ട് സുന്നി മക്കൾ, മശായിഖിൻ്റെ മക്കൾ പിറകോട്ടില്ല. അപ്പം ഈ മക്കൾ ഏതാ മോൻ? ഈ മോൻ ഏതാ? മശായിഖിൻ്റെ മോനാണ്. അപ്പോൾ ഒതുക്കുങ്ങൽ നൗഷാദിൻ്റെ പ്രസംഗം കേട്ടിട്ട് തലക്ക് പിപ്പിരി കയറി ഇറങ്ങി വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ആലിമീങ്ങളെ പച്ച തോന്നിയാത്തം വിളിക്കാമെന്ന് മനസ്സിലാക്കി വന്നോനാ. വേറെ ആരുമല്ല ഈ മോയന്ത്. കണ്ണുമോറം കണ്ടാൽ തന്നെ അറിയാലോ ഇവനാരാണ്. മശായിഖിൻ്റെ മോൻ. എവിടുന്ന് വന്നു? കുരുവട്ടൂരുകൾ പടച്ചു വിട്ട സിദ്ധാന്തം, അല്ലെങ്കിൽ പടച്ചു വിട്ട സാധനം. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആലിമീങ്ങളങ്ങനെ പച്ചക്ക് തിന്നാൽ ഒക്കെ ആകുന്നുള്ളതാരുടെ. എന്നാൽ യഥാർത്ഥത്തിൽ പൊന്നാര മോനെ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദോ പേരോട് ഉസ്താദോ ഇബ്നു തൈമിയ ഇമാമാണെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ അനുധാവനം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞതെന്താ? അയാളൊരു പണ്ഡിതനാണെന്ന് പറഞ്ഞു. അത് പലരും പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇജിപ്പോൾ നേരത്തെ പറഞ്ഞില്ല ഒരാളെ പറ്റി. ആരൊക്കെ പറഞ്ഞു? എൻ്റെ തൊള്ളോണ്ടെന്ന് പറയും. ഏതായാലും രംഗം വളരെ വഷളായിട്ടുണ്ട്. നമ്മുടെ നജീബ് മൗലവിയും റഹ്മത്തുള്ള കാസിമിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അല്ല, റഹ്മത്തുള്ള കാസിമിൻ്റെ കാര്യം വിട്. കാരണം റഹ്മത്തുള്ള കാസിമി പറഞ്ഞാൽ നമ്മളെ നൗഷാദിൻ്റെ മാതിരിയാണ്. നമ്മളല്ല എൻ്റെ. കാരണം ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും. ഇന്നലെ പറഞ്ഞാവില്ല ഇന്ന് പറയാം. അന്ന് പാണക്കാട്ട തങ്ങന്മാർ അതാണെന്ന് പറയും, ഇന്ന് വലത്തിയതാണെന്ന് പറയും. അന്ന് വഹാബികൾ അങ്ങോട്ടാറ്, ഇന്ന് പിന്നെ എങ്ങോട്ടാന്ന് പറയും. ഇയാൾ പറഞ്ഞതിന് സ്ഥിരത റഹ്മത്തുള്ള കാസിമിക്ക് ഉണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ സ്ഥിരതയോട് കൂടി പറയാറുണ്ടേനും. പക്ഷെ ആ പറഞ്ഞതിന് പിന്നീട് നിഷേധിച്ച സ്ഥിരത നഷ്ടപ്പെടുത്തുക ചെയ്യാം. നമ്മളെ നൗഷാദിൻ്റെ അതേ രൂപത്തിൽ തന്നെ. അതേ സമയത്തേക്ക് വേറൊരാളെ പേര് പറഞ്ഞല്ലോ, നജീബ് ഓലേര്. നജീബ് ഓലേര് കാര്യങ്ങളൊക്കെ തുറന്ന് പറയൂട്ടോ, യാതൊരു കുഴപ്പമില്ല. ആ കൂട്ടത്തിൽ അയാൾ മുമ്പ് ചിലത് പറഞ്ഞിരുന്നു. ഇതൊന്ന് കേട്ടോ നോക്കിയാ. 800 മുമ്പായിട്ട് ഹിജറ 728 വഫാത്തായ ഒരാളാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ. നമ്മളിപ്പോൾ വഹാബിസത്തിൻ്റെ പേരിൽ അതിൻ്റെ ആദർശത്തിൻ്റെ എല്ലാ അവലംബവുമായി അദ്ദേഹത്തെ വാഴ്ത്തി അദ്ദേഹത്തെ പറയാറുണ്ടെങ്കിലും അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. എങ്ങനെയുണ്ട്? ആ പണ്ഡിതൻ എന്ന നിലയ്ക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്കാലത്തുള്ള എല്ലാ ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾക്കെതിരിലും അറിയപ്പെട്ട മുഅ്തസിലത്ത് തുടങ്ങിയിട്ട് അറിയപ്പെട്ട എല്ലാ ബിദ്അത്തുകൾക്കെതിരിലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം. എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ ചില പുത്തനാശയങ്ങളുണ്ട് എന്ന് മാത്രം. ആ പുത്തനാശയങ്ങൾ പിന്നെ വലിച്ചിഴച്ചിട്ട് ഫിത്നയുണ്ടാക്കിയതാണ് വഹാബിസം എന്ന് പറയുന്നത്. അയാളത്തിൻ്റെ കാലത്തുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ബിദ്അത്തുകൾ വലിച്ചിട്ടാണ് പിന്നെ വഹാബിസം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാകുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്നാൽ പീഡനങ്ങളും ധാരാളം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അബദ്ധങ്ങൾ ധാരാളത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇജ്മാഇന് വിരുദ്ധമായ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ധാരാളമുണ്ട്. ഇത് വഹാബിസം എന്ന നമ്മുടെ ലേഖന പരമ്പരയിൽ നമ്മൾ ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാമാണെങ്കിലും ദീനിനു വേണ്ടി ചെയ്ത അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പണ്ഡിതന്മാർ ധാരാളം വാഴ്ത്തുന്നുണ്ട്. എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മരണത്തിൻ്റെ ദിവസത്തിൽ, ആ ദിവസത്തിൽ ജനാസക്ക് കൂടിയിട്ടുള്ള ആളുകളെ എണ്ണിയാൽ മതി, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കാൻ മാത്രം, അവരുടെ ശുപാർശകളെല്ലാം പൊറുക്കാൻ മാത്രം അത് തന്നെ മതി എന്ന് മഹാന്മാർ ധാരാളം പറഞ്ഞു വരുന്നുണ്ട്. എന്ന് മുതലാണ് നിങ്ങൾക്ക് ഇമാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇബ്നു തൈമിയയിലേക്ക് പോയത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇമാമ് നിങ്ങൾക്ക് ഉദാഹരണം കിട്ടിയത് ഇബ്നു തൈമിയാണ് അല്ലേ? അദ്ദേഹത്തെ കുളിപ്പിക്കാൻ കൂടിയവർ, കുളിപ്പിച്ച വെള്ളമെടുത്തവർ, ആ രീതിയിലുള്ള ബർക്കത്തുകൾ അദ്ദേഹത്തെ കൊണ്ട് ധാരാളം നേടിയിട്ടുള്ളവരുണ്ട്. എങ്ങനെയുണ്ട്? അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഭരണാധികാരികളുടെ വിദേഹത്തിൻ്റെ പേരിലുള്ള പണ്ഡിതന്മാരുടെ എതിർപ്പ് മൂലമുള്ള ശിക്ഷ തന്നെ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം വഫാത്തായത്. അത്തരം ശിക്ഷകൾ ധാരാളം തവണ അനുഭവിച്ചതു തന്നെ മതിയാകും അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയിട്ടുള്ള വിദേഹത്തുകളൊക്കെ ചിലപ്പോൾ പൊറുക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും വിട്ടുപുറത്ത് മാഫാക്കുകയും അദ്ദേഹം ദീനിന് ചെയ്ത സേവനങ്ങൾ കബൂലാക്കുകയും അപാകതകളും പാളിച്ചകളും സംഭവിച്ച് അള്ളാഹു തആല മാഫാക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട് എന്ന് ഓനോട് ചോദിച്ചു നോക്ക്.
ഇയാളല്ലേ ഇപ്പോൾ വലിയ തെളിവായി കൊണ്ടുവന്നത് നമുക്കെതിരെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾക്ക് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞതിനെയും കാട്ടി കാട് കയറി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഷെയ്ഖ് നജീബ് ഒലിയർ. ഇതൊക്കെ തന്നെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അവർ മാത്രമൊന്നുമല്ല, എൻ്റെ വെള്ളം കുടിച്ച് എങ്ങനെയാണോ പോകുന്നത് ആ വെള്ളം കുടിച്ച സ്വാഹിബിൽ ബക്കറ്റ് ഉണ്ടല്ലോ, ഓൻ പറഞ്ഞിട്ടുണ്ട്. പറപ്പിക്കണോ ഞാൻ ഓരോരുത്തരുത്? ഞാൻ എൻ്റെ ചേക്കുട്ടീൻ്റെ പിന്നെ മുരീതായി നിൽക്കുന്ന ആര് നൗഷാദ് ഒതുക്കുന്നുണ്ടല്ലോ, ഞാൻ വേണ്ട ചേക്കുട്ടി പാപ്പാൻ്റെ അളിയനുണ്ടല്ലോ അബ്ദുസമ്മദ് ആനാമ്പാരി പമ്പേസ് മൗല, അവൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞതായ സംഗതികളുണ്ട്. ഇത് എനിക്ക് ഓരോരുത്തരത് കേൾക്കണോ? വേണ്ടി വന്നാൽ കേൾപ്പിക്കും. ഇനിയും പലരും വരാനുണ്ട്. ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. എങ്ങനുണ്ട്? ഇനിയും പലരും വരാനുണ്ട്. ഇബ്നു തൈമിയ എന്ന് പറയപ്പെട്ട ആ വ്യക്തി ആ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴങ്ങളും വിശാലതയും പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. അയാൾക്ക് വിവരമില്ലാന്ന് ആരും പറയില്ല. എങ്ങനുണ്ട്? അത്രയും വലിയ പാണ്ഡിത്യമുണ്ട്. അയാളൊരു പുത്തൻവാദി എന്നുള്ള ലിസ്റ്റിലല്ല, അയാളൊരു മുജറദൻ ഫഖീഹ്. ആ കാലഘട്ടത്തിൽ മുഹിയുസുന്ന എന്ന പേര് പല ആൾക്കാർ നൽകിയ ആളാണ് അയാൾ. എങ്ങനുണ്ട്? അന്ന് എത്ര ഗ്രന്ഥങ്ങളാണ് അയാൾ രചിച്ചിട്ടുള്ളത് നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. അയാളെ ദർസിലുള്ള ശിഷ്യന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരയാക്കി. വലിയ വലിയ ദർസുകൾ. കുഴപ്പമൊന്നുമില്ല, ഔലിയാക്കൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇബ്നു തൈമിയ പറഞ്ഞു അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അയാൾ കിതാബ് എഴുതി റദ്ദു അല ഷാദുലി, ഷാദുലി ഇമാമിനെതിൽ ഖണ്ഡനം. ആര്? അന്നത്തെ വലിയൊരു പണ്ഡിതൻ. അയാൾ വഹാബി അല്ല, കാരണം ഞാൻ പറഞ്ഞില്ല അന്ന് വഹാബിസം എന്നത് ഉണ്ടായിട്ടില്ല. എങ്ങനുണ്ട്? എങ്ങനെയുണ്ട്? എനിക്ക് വെള്ളം തന്നോ പറയുന്നു അയാൾ വഹാബി അല്ല എന്നാണ്. ഇനി ഇബ്നു തൈമിയയുടെ കിതാബ് ഒന്നും കൂടി തെളിവ് വായിച്ച കുരുവട്ടൂര് ആശയം സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ട ആരെ കിതാബാ? വഹാബിൻ്റെ കിതാബ്. എങ്ങനെയുണ്ട്? എങ്ങനുണ്ട്? അപ്പോൾ സാക്ഷാൽ ഇബ്നു തൈമിയ ഒരു പണ്ഡിതനായിരുന്നു എന്ന് ഇജ്ജിപ്പോൾ നേരത്തെ പറഞ്ഞ നജീബ് മൗലവിയും അതല്ലാത്തവരും ഇജ്ജ് വെള്ളം കുടിച്ച് പോകുന്ന എൻ്റെ കുരുവട്ടൂര് അളിയനും കൂടിയായ പമ്പേസ് മൗലയും ഒതുക്കുങ്ങൽ എൻ്റെ മറ്റേ മൗലയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല പ്രശ്നം. ഇജ്ജ് പറയുന്ന പ്രശ്നം എന്താണ്? എനിക്ക് ശരിക്കും കുരുവട്ടൂരി പ്രശ്നം വന്നതാ. അല്ലാതെ ഇജ്ജ് പറയുന്നത് എന്താ? ഒരു പഞ്ചസാര പുരട്ടിയുള്ള ഒരു മറുപടിയാണ്, ഒരു സുഖിപ്പിച്ചുകൊണ്ടുള്ള മറുപടി. ഇതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെ മനസ്സിൽ അങ്കലാപ്പുണ്ടാക്കിയത്, വേവലാതി ഉണ്ടാക്കിയത്, വേദന ഉണ്ടാക്കിയത്. ഒരിക്കലും താങ്കൾ അത് പറയാൻ പാടില്ലായിരുന്നു. അപ്പം താങ്കൾ അത് പറയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മാത്രം അയാൾ പണ്ഡിതനാന്ന് പറയാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാവർക്കും പറയും. നജീബുലേക്ക് പറയാം, അതല്ലാതെ എൻ്റെ ചേക്കുട്ടിമാർക്കൊക്കെ പറയാം, എൻ്റെ സമ്മത് അമ്പരിക്ക് പറയാം, അതുപോലെ പമ്പേസ് മൗലയും പറയുന്നുണ്ട്, ഒതുക്കുങ്ങൽ നൗഷാദും പറയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, അതിലൊന്നും പഞ്ചസാര വാങ്ങുമില്ല. അതേ വിഷയം അയാളൊരു പണ്ഡിതനായിരുന്നു എന്ന് ഇമാമുമാരെ കിതാബുകളൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് പിന്നെ ഇൽമുണ്ടായിരുന്നു, അതേ സമയത്ത് ചില കാര്യത്തിലൊക്കെ പേച്ചതാണ്, ഇതുകൊണ്ട് പേച്ചതാണ്. അത് പറഞ്ഞത് പേരോട് ആയിപ്പോയി. അതല്ല ഇപ്പം എൻ്റെ വേദന. എനിക്ക് യഥാർത്ഥത്തിലുണ്ടായത് എനിക്ക് നൗഷാദ് ഒതുക്കുങ്ങൽ തന്ന വെള്ളം കുടിച്ചതിൻ്റെ വേദനയാണ്. അത് മനസ്സിലാക്കിക്കോ. വേറെ വേദനയൊന്നും എനിക്കില്ല. നല്ല ഇടപാടാണ് ഇത്. ഇവിടെങ്ങും നിൽക്കുന്ന കാര്യം അല്ല. അതേടാ ചങ്ങാതി, ഇത് ഇവിടെ നിന്ന് നിൽക്കുന്ന വിഷയമല്ല. അന്തവും കഥയില്ലാത്ത നൗഷാദിൻ്റെ പ്രസംഗം കേട്ട് ആവേശം മൂത്തുകാണ്ട് സോഷ്യൽ മീഡിയയിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിമ്പിക്കളി ഞാൻ കേട്ടോ. എൻ്റെ നേതാക്കന്മാരെ കൊണ്ട് തന്നെ എൻ്റെ നേതാക്കന്മാർ പറഞ്ഞതിനൊക്കെ മുമ്പ് മറുപടി വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇപ്പോൾ മറുപടി അറിഞ്ഞ് എൻ്റെ തൊള്ളോണ്ടല്ലോ. എൻ്റെ നേതാക്കന്മാർ ആ പറഞ്ഞു വിട്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെയല്ലേ കാര്യങ്ങൾ. അദ്ദേഹം ഇപ്പോൾ വിറാസത്തുൽ അംബിയാഇന്റെ മഖാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ ദിക്റുകൾക്കൊക്കെ നടക്കുമ്പോൾ ഒരു ഇലാഹ നിർത്തിയുടെ സ്ഥാനം നമ്മുടെ ഇബ്നു തൈമിയയ്ക്കും കൂടെ നിങ്ങൾ കൊടുക്കണം. ആളെ ഇതിൽ ഉഷാറായിട്ടുണ്ട്. അതിജ് പറ്റുവെച്ച് സൗകര്യം പോലെ ഫാത്തിഹ വിളിച്ചോ. നജീബ് ഓലിയർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു. ഇനി മറ്റം പോലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഏതാണെങ്കിലും ഇങ്ങനെ എത്രമാത്രം കുരുവട്ടൂരുകളായ ആൾക്കാർ പിന്നെ ഇബ്നു തൈമിയയെയും ഒക്കെ പുകഴ്ത്തുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ആലിമാണ്, വിവരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് പുകയത്തലല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ മൊയന്തുണ്ടല്ലോ എനിക്ക് വെള്ളം തന്നി പിപ്പിയിലാക്കി വിട്ട് ആ മൊയന്ത് ഒതുക്കുങ്ങക്കാരൻ പറഞ്ഞത് അവൻ കൂടി ഒന്ന് കേട്ട് നോക്കിക്കോ, എന്നിട്ട് നമുക്കിതാണ് നിർത്താം. വലിയ ആലിമീങ്ങളായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വലിയ ആലിമീങ്ങളായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുന്നത് ഒരു മദ്ഹിന്റെ സീഗയല്ല. എന്ന് പറഞ്ഞാൽ അത് പുകയത്തുന്ന വർത്താനേ അല്ല. ഇപ്പൊ നമ്മളുടെ പഴയ കാലത്തെ 1-2 പ്രസംഗം ആരോ എടുത്തിട്ടത് കണ്ടു. അത് നമ്മൾ പറയുന്നുണ്ട് ഇബ്നു തൈമിയ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വലിയ വിവരമുള്ള ആളാണ്. എങ്ങനുണ്ട്? ഇനി കുരുവട്ടൂർ നൗഷാദിൻ്റെയും പമ്പേസ് മൗലൻ്റെയും അതുപോലെ തെറിയൂർ കുഞ്ഞാശാൻ്റെയൊക്കെ ആ തെറിപ്രഭാഷണം കേട്ടിട്ട് ആത്മീയത കൂടിയിട്ടിങ്ങാനും സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ നെഞ്ഞത്തേക്ക് കയറാൻ വന്നാണ്ടെങ്കിലോ ഇത് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഇബ്നു തൈമിയുടെ മദ്ഹ് പറഞ്ഞ എൻ്റെ ഈ കുട്ടിശൈത്താന്മാരുണ്ടല്ലോ, കുഞ്ഞമ്മദും അതുപോലെ പമ്പേസ് മൗലയും ഇവരൊക്കെ അവരെ പ്രസംഗമൊക്കെ ഇതിങ്ങനെ ആവർത്തിച്ച് കേൾക്കണം. ഏതുപോലെ കേൾക്കണം? ഒന്ന് കേട്ടോട്ടോ, ഏതുപോലെ കേൾക്കണമെന്ന്. ഈ പുട്ടിന്റെ ഇടയിൽ തേങ്ങ ഇടുന്നത് പോലെ. അതെ, ഇജാ പറഞ്ഞതുപോലെ എനിക്ക് പരിചയമുള്ള ആ രൂപത്തിൽ തന്നെ എൻ്റെ നൗഷാദിൻ്റെയും അതുപോലെ പമ്പേസിൻ്റെ ഒക്കെ ഇബ്നു തൈമിയ മദ്ഹുകൾ ആവർത്തിച്ച് കേൾക്കണം. എന്നിട്ട് വേണം സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമ്യങ്ങളുടെ നേരെ കുതിര കയറാൻ വരാൻ. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ എന്നെ പഠിപ്പിക്കും, ഇരുത്തി പഠിപ്പിക്കും. എങ്ങനുണ്ട്?